ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തിയുടെ മനസ്സ് നീറുന്നു, ഞാൻ എല്ലാം നേടി, പക്ഷെ എൻ്റെ നേട്ടങ്ങളുടെ സന്തോഷത്തിൽ നീ മാത്രം എന്നോടൊപ്പം ഇല്ല. അപ്പൊ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് 6 കാർഡ്സ് ആണ്. അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് റീഡിംഗ് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. ക്ലൂസ് അല്ല, കുറച്ച് ലവ് മെസ്സേജസ് ആണ് നമ്മൾ ഇന്ന് എടുത്തു വെച്ചിട്ടുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് തന്നെ പോകാം. സോ ഈ വ്യക്തി സത്യത്തിൽ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള എനർജിയാണ് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ നോക്കിയിട്ടുള്ളത്. ഓക്കെ, സത്യത്തിൽ ഈ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ? ഓക്കെ, ആ ഒരു എനർജിയാണ്. അപ്പൊ നമുക്കത് ഫസ്റ്റ് എനർജി ആയിട്ട് നമുക്ക് നോക്കാം. അതെന്താണെന്ന് നോക്കാം. ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. ഫിനിക്സ് ആണ്. ഹൗസ് ദാറ്റ് ഫോർ എ ഹാപ്പിലി ഇവൻ ഹാഫ്റ്റർ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്ന, തലയിൽ ഒരു ക്രൗൺ, ഒരു കിരീടം ഒക്കെ വെച്ച് നിൽക്കുന്ന ഒരു ലേഡിയെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് അല്ലേ. തീർച്ചയായിട്ടും ഇവര് 2 കരങ്ങള് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷപരമായിട്ട് നിൽക്കുന്ന ഒരു മൂമെന്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാല് ഈ പേഴ്സൺ വളരെയധികം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നു. വളരെ ഹാപ്പി ആയിട്ടും അതുപോലെ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഏതൊരറ്റം വരെയും പോയിട്ടും അത് സാധ്യമാക്കി എടുക്കുന്ന, അല്ലെങ്കിൽ ഒരു വിജയത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ തീർത്തും പറയുകയാണെങ്കിൽ ഇവിടെ കംപ്ലീറ്റ്ലി ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ദ നമ്പർ ഈസ് 9. ആൻഡ് ഓൾസോ അതൊരു പ്രത്യേകതയുള്ളൊരു എനർജി ഉള്ളൊരു നമ്പർ തന്നെയാണ്. ഈ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട്, പഴയ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങളായിട്ട് നടന്നിട്ടുള്ള പഴയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിൽ നിന്നും കളഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് തുടങ്ങാനാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് തുടങ്ങി വെക്കാൻ, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഈ പേഴ്സൺ കുറക്കുന്നില്ല. വളരെയധികം പോസിറ്റീവോട് കൂടി തന്നെയാണ്. അതായത് നിങ്ങളായിട്ട് ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ഒരു പ്രശ്നങ്ങളെ തന്നെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കാതെ വളരെ പോസിറ്റിവിറ്റി ആയിട്ട് മുന്നോട്ട് കടക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിതിലൂടെ കാണാൻ കഴിയുന്നത്. പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കാനോ മൂഡ് ഔട്ട് ആയിട്ടിരിക്കാനോ ഈ പേഴ്സണ് താല്പര്യമില്ല. ഇത്രയുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോഴായിരിക്കുന്ന ഈ ഒരു സക്സസ്, അതായത് ഇപ്പോൾ ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ വിജയിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോഴായിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു വിജയത്തില് നിങ്ങളും കൂടെ ഒപ്പം വേണം, നിങ്ങളും കൂടി ഈ പേഴ്സന്റെ ഒപ്പം വേണം, കൂടെ വേണം എന്നുള്ള ആ ഒരു ചിന്തയാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യമൊക്കെ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പലതും ഈ പേഴ്സണ് ആഗ്രഹിച്ചിട്ട് ലഭിക്കാതെ പോയിട്ടുള്ള ഒരു സിറ്റുവേഷനും കൂടിയാണ്. അതായത് പല കാര്യങ്ങളും ചിലപ്പോൾ കരിയർ പരമായിട്ടും ജോലി സംബന്ധമായിട്ടൊക്കെ വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഒരുപക്ഷെ നിങ്ങളെ നന്നായിട്ട് നോക്കാനോ, അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഒരു കണക്ഷൻ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നും തന്നെ ഈ പേഴ്സണെ കൊണ്ട് സാധിച്ചിരുന്നില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സണ് തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്താപമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു റിഗ്രറ്റ് ആണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പേഴ്സൺ എന്തൊക്കെയോ നേട്ടങ്ങളിൽ വന്നെത്തിയിട്ടുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയിട്ടുണ്ട്, വളരെ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ്, ഈ പേഴ്സൺ പല വിജയത്തിലേക്കും പോയി. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ ഈ പേഴ്സന്റെ കൂടെ ആഘോഷിക്കാനും കൂടെ നിൽക്കുവാനും നിങ്ങളില്ല, നിങ്ങളുടെ സാന്നിധ്യമില്ല. ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നിങ്ങളെക്കുറിച്ച് ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ പേഴ്സനെ തെറ്റുകുറ്റങ്ങളുണ്ട്, വിഷമമുണ്ട്, പശ്ചാത്താപമുണ്ട്. പക്ഷെ എങ്കിൽ പോലും മുന്നോട്ടുള്ള ലൈഫിലേക്ക് ഈ പേഴ്സണ് വളരെയധികം പോസിറ്റിവിറ്റി ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത്.
ആൻഡ് ഓൾസോ ആ ഒരു സെയിം എനർജിയിൽ തന്നെ നമ്മൾ ഒരു കാർഡും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ. നമ്പർ 10 ആണ് ഫസ്റ്റ് കാർഡ്, നമ്പർ 9 ആൻഡ് സെക്കൻഡ് കാർഡ് ഇസ് 10. ഇതൊരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു എനർജീനെ സൂചിപ്പിക്കുന്നു. അത് മാത്രമല്ല ഈ പേഴ്സൺ പല വിധത്തിലും പോസിറ്റീവായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പേഴ്സൺ ഹാപ്പിനെസ് ഇല്ല, മനസ്സുകൊണ്ട് സന്തോഷമില്ല. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു സീനറിയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. പക്ഷെ ഒരു ലേഡി, ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. പക്ഷെ ഷീ ഈസ് നോട്ട് ഹാപ്പി അല്ലെ. മുഖത്ത് കാണാൻ പറ്റും ഒരു മ്ലാനത, അല്ലെങ്കിൽ ഒരു ചിന്തയാണ്, ഭയങ്കരമായിട്ടുള്ള ഒരു ചിന്തയാണ്, ചിന്തകളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് ഒട്ടും തന്നെ ഒരു ഊർജമില്ലാത്ത ഒരു സാഹചര്യമാണ്. ഇവിടെ ഈ പേഴ്സണ് പല വിധത്തിലും നാണക്കേടുകൾ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തില്. അതായത് നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ മര്യാദക്ക് മുന്നോട്ട് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ മേ ബി ഈ പേഴ്സൺ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ചുറ്റിനും ഒരുപാട് പ്രണയിക്കുന്ന ആൾക്കാരെ ആയിരിക്കാം, കമിതാക്കളെ ആയിരിക്കാം, ലവേഴ്സിനെ ആയിരിക്കാം, അവരെയൊക്കെ ആയിരിക്കാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും അവരെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ സെറ്റിൽഡ് ആയി, കൂടെയുള്ള ആൾക്കാരൊക്കെ സെറ്റിൽഡ് ആയിട്ടുണ്ടാകും, കൂടെയുള്ള ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അവർക്കൊക്കെ പാർട്ട്ണർ വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ പ്രണയം വിജയിച്ചിട്ടുണ്ടാകാം, വിവാഹം കഴിഞ്ഞിട്ടുണ്ടാകാം. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും കാണിക്കുന്നുണ്ട്. അപ്പൊ ചുറ്റുപാടുള്ള എനർജീസ് ഈ പേഴ്സണെ നല്ല രീതിയിൽ തന്നെ എന്താണ് നിങ്ങളിലേക്ക് വരാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സുകൊണ്ട് ഈ പേഴ്സൺ ഒരു സന്തോഷം ഇല്ല എന്നുള്ളതാണ്. അത് ഈ ഒരു ലേഡിയുടെ ഫേസ് ഇരിക്കുന്നത് പോലെ തന്നെ ഒരു മ്ലാനതയാണ്, ഒരു വിഷമാണ്, ഒരു ചിന്തയാണ്, അങ്ങനെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളോടാണെങ്കിൽ പോലും ഈ പേഴ്സൺ മനസ്സുകൊണ്ട് പറയുന്നത് എന്നോട് ക്ഷമിക്കൂ, എനിക്ക് മാപ്പ് തരൂ. കാരണം റെഡ് ആണ് എനർജി. ചുവപ്പ് എന്ന് പറയുന്നത് പോലും ഒരു സന്തോഷത്തെ സൂചിപ്പിക്കുന്നു, വളരെയധികം പ്രണയത്തെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കളറാണ് റെഡ് കളർ. അതിനോടൊപ്പം തന്നെ ഫോർഗീവ്നെസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് എനിക്ക് ക്ഷമ തരൂ, എനിക്ക് മാപ്പ് തരൂ, ഓക്കെ, എന്നോട് ക്ഷമിക്കൂ എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അപ്പൊ ചുറ്റുപാടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊന്നും ഈ പേഴ്സന്റെ കണ്ണുകളിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വരുന്നില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതാണ് നമുക്കിവിടെ മെയിൻ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഈ പേഴ്സൺ സത്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആൻഡ് ഓൾസോ നിങ്ങളിലേക്ക് ഈ പേഴ്സൺ എത്തിച്ചേരുമോ എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ലഭിച്ചിട്ടുള്ളത് വിസ്ഡം കാർഡാണ്. ആൻഡ് ഓൾസോ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു എനർജിയാണ് അല്ലെ. വളരെ മനോഹരമായിട്ടുള്ളൊരു കടലിന്റെ ഒരു അടിത്തട്ടിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും കൂടുതൽ ചിന്തിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ വേറെ ആരെങ്കിലും വിട്ടിട്ട് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനൊക്കെ നോക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയാണെന്നും എന്താണ് ചെയ്യുന്നതെന്നും ഏത് സിറ്റുവേഷനിലൂടെയാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നും നിങ്ങൾ ഇപ്പോൾ ഈ പേഴ്സൺ അന്വേഷിക്കുന്നുണ്ടോ എന്നും, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലിക്കോ അല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഈ പേഴ്സൺ മറ്റുള്ളവർ വഴിയോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഡയറക്റ്റ് ആയിട്ടോ അന്വേഷിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട്, തെരഞ്ഞെടുക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതെന്താന്ന് വെച്ചാൽ നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് തന്നെയാണ്. അതൊരിക്കലും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ പേഴ്സൺ ആയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കുറച്ച് ബിസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. കൂടെ ഒരുപാട് വ്യക്തികൾ ഉണ്ടാകാം, കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൈവസി, ഒരു സ്വകാര്യത ഒരുപക്ഷെ ഈ വ്യക്തിക്ക് ഉണ്ടായിക്കൂടണം എന്നില്ല. സോ അതുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഡയറക്റ്റ് ആയിട്ട് നേരിട്ടും അന്വേഷിക്കുന്നുണ്ട്, അല്ലാതെയും ഇൻഡയറക്റ്റ് ആയിട്ടും അന്വേഷിക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ യഥാർത്ഥ സിറ്റുവേഷൻസ് അറിഞ്ഞിട്ട് വേണം ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരാനായിട്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ഓരോ നിമിഷവും അപ്ഡേഷൻസ് ആണ്, അതായത് അപ്ഡേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് ഈ പേഴ്സൺ അറിയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ?
അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എവിടെയാണെന്നും ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല, ഫോൺ വിളിക്കുന്നില്ല, ഒന്നുമില്ല. പക്ഷെ അങ്ങനെയല്ല, നിങ്ങളെ നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് മാക്സിമം കളക്ട് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. മനസ്സിലായി? അപ്പൊ അത് നിങ്ങളോടുള്ള താല്പര്യം ഉള്ളത് കൊണ്ടാണ്, നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ആ ഒരു ചിന്ത ഈ പേഴ്സൺ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ലെവലിലേക്ക് ഈ പേഴ്സൺ വരുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരണം എന്നുള്ള ചിന്ത തന്നെയാണ് ഈ പേഴ്സൺ ഉള്ളത്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് നോക്കാം, നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം ഈ ഒരു വ്യക്തിയിൽ നിന്നും. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നാണെങ്കിലും ഈ പേഴ്സണിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം. നമുക്ക് നോക്കാം വാട്ട് വിൽ ബി ദ എനർജി. മിറാക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള റെയിൻബോ എനർജി. മേ ബി നിങ്ങൾ മഴവില്ലൊക്കെ നേരിട്ട് കാണുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഈ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മഴവില്ല് അതിപ്പോൾ ടി വിയിലാണെങ്കിലും എന്താ പറയാ മേഘങ്ങളിലാണെങ്കിലും ഒക്കെ നിങ്ങൾ നാച്ചുറൽ ആയിട്ടോ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ നിങ്ങൾ കാണുന്നുണ്ടാകാം. അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ വളരെയധികം ഒരു അത്ഭുതമായിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നായാലും ഈ റിലേഷൻഷിപ്പിൽ നിന്നായാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരുപാട് അത്ഭുതങ്ങളാണ്. ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു നേട്ടം തന്നെയായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഒരു രീതിയായിരിക്കും, പക്ഷെ നടക്കുന്നത് ഒരു ബന്ധവുമില്ലാത്ത വേറൊരു രീതിയിലായിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഈ പേഴ്സണായിട്ട് ഒന്നിക്കാൻ പറ്റില്ല, നല്ലൊരു ലൈഫ് പോസിബിൾ ആകില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ വളരെ യാദൃശികമായിട്ട് ഈ പേഴ്സൺ നിങ്ങളെ ലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ക്ഷണിക്കുന്നത്. അപ്പോൾ ഭയങ്കര അധികം ഒരു അത്ഭുതകരമായിട്ടുള്ള എനർജിയാണ് നമുക്കിവിടെ ടോട്ടലി കാണാനായിട്ട് സാധിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പോലും കംപ്ലീറ്റ്ലി മിറാക്കിൾ ആണ്, അത്ഭുതമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഈ പേഴ്സണിൽ നിന്നും ഉറപ്പായിട്ടും കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ വിജയം, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന സന്തോഷം, അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇത് അത്ഭുതങ്ങളെയാണ് സൃഷ്ടിക്കുന്നത്. ചില ആൾക്കാർ ഇതിൽ പാസ്റ്റ് ലൈഫ് കണക്ഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ പല വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ ഒരു കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള സാധ്യതയും ഇല്ലായിരിക്കാം. പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും ഇവിടെ ശക്തമായിട്ടുള്ള ഒരു സ്ട്രോങ് കണക്ഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ട്. അപ്പൊ അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നതും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ നിന്നും കാര്യമായിട്ട് തന്നെ പ്രതീക്ഷിക്കാം. അത് നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒരു സെപ്പറേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു വേർപിരിയലൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ സ്പിരിച്വൽ മീനിങ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആത്മീയപരമായിട്ടുള്ള അർത്ഥം എന്താണ്? യെസ്, ഹീലിംഗ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റേഷൻ ചെയ്യാനും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാനും ഈ പേഴ്സന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ചക്രാസ് ആക്ടിവേഷൻ ചെയ്യിപ്പിക്കാനും ഇന്നർ വർക്ക് പ്രോപ്പറായിട്ട് ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസരമാണ് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത്. പലവർക്കും സെപ്പറേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നെഗറ്റീവായിട്ട് തോന്നിച്ചു എന്ന് വരാം. പക്ഷെ നമ്മുടെ ദൈവങ്ങളിലാണെങ്കിൽ പോലും, സാധാരണ ഒരുപാട് ആത്മീയപരമായിട്ട് ഉയർന്നിട്ടുള്ള മനുഷ്യരിലാണെങ്കിൽ പോലും സെപ്പറേഷനിലൂടെയാണ് അല്ലെങ്കിൽ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു താളപ്പിഴകളിലൂടെയാണ് പുതിയ പുതിയ മാറ്റങ്ങൾ അവരിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മൾ 100% സുഖമായി ജീവിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് ഇത്രയും സ്പിരിച്വൽ ജേണി അല്ലെങ്കിൽ ഈ ഒരു പഞ്ചഭൂതങ്ങള്, സ്പിരിറ്റ് ഗൈഡ്സ്, ഏഞ്ചൽസ്, യൂണിവേഴ്സൽ എനർജി, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം, ഇവരുടെയൊക്കെ മഹത്വം നമുക്ക് കാണാനായിട്ട് പറ്റുകയില്ല. സോ നമ്മുടെ സോള് കുറച്ചും കൂടി പവർഫുൾ ആക്കാനും പാസ്റ്റ് ലൈഫ് കർമ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ഔട്ട് ചെയ്യാനും ചക്രാസ് ആക്ടിവേഷൻ ഉണ്ടാക്കിയെടുക്കാനും ശക്തമായിട്ടുള്ള രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യാനും ഒക്കെ ഇങ്ങനെയുള്ള സെപ്പറേഷനിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ആത്മാർത്ഥത കൂടുതൽ. കാരണം ഇതൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേക ആത്മാർത്ഥതയും ഡെഡിക്കേഷനും നിങ്ങൾക്കുണ്ടാകും. കാരണം സെപ്പറേഷൻ ആണ്. എത്രയും പെട്ടെന്ന് ഈ ഒരു സെപ്പറേഷൻ മാറ്റണം എന്നുള്ളൊരു ഉദ്ദേശമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു ഹീലിംഗ് ടൈമാണ്.
അപ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്ന് ഇന്നർ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സണ് വളരെയധികം വ്യക്തമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും. ഇനിയിപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആണ് ചെയ്യുന്നതെങ്കിൽ പോലും അത് നിങ്ങൾക്കും കൂടെ അത് എഫക്റ്റ് ചെയ്യും, പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇത് വളരെയധികം ഹീലിങ്ങിനെ സൂചിപ്പിക്കുന്നു. അങ്ങേയറ്റം സ്പിരിച്വൽ അവേക്കനിങ്ങിനെയാണ് കാണിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് ഈ ഒരു സെപ്പറേഷൻ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരു റീഡിങ്ങിന്റെ ഫൈനൽ ഔട്ട്കം ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. ഓവറോൾ എനർജി എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഇത് ഫ്യൂച്ചറിനെയും പ്രഡിക്റ്റ് ചെയ്യും. ഓക്കെ, കറേജ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇത് സിംഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. സിംഹം അറിയാലോ, ദ കിങ് ഓഫ് ദ ജംഗിൾ ആണ് അല്ലെ, കിങ് ഓഫ് ദ ഫോറസ്റ്റ്. കാട്ടിലെ ഒരു രാജാവ് സിംഹമാണ്. അപ്പൊ സിംഹം എപ്പോഴും രാജാവായിരിക്കുന്നത് ഒരിക്കലും അതിന്റെ വലിപ്പത്തിലോ അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള കഴിവിലോ ഒന്നും തന്നെയല്ല, ആറ്റിറ്റ്യൂഡിലാണ്. ഏരീസ് എനർജിയാണ്, സാജിറ്റേറിയസ് എനർജിയാണ്. ആൻഡ് ഓൾസോ ലിയോ ആണ് മെയിൻ ആയിട്ട് നിൽക്കുന്ന സോഡിയക് സൈൻ എനർജി. നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സന്റെയോ സോഡിയക് സൈൻ മേ ബി ലിയോ ആയിരിക്കാം, സാജിറ്റേറിയസ്, ഏരീസ്, അങ്ങനെ എലമെന്റ് ആയിട്ടുള്ള സോഡിയക് സൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഫയർ എലമെന്റ് സോഡിയക് സൈൻ ആ ഒരു സമയത്തായിരിക്കാം നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയിട്ടുണ്ടാകുന്നത്. അപ്പൊ ഉറപ്പായിട്ടും ഇതൊരു കറേജ് ആണ്, വളരെയധികം ധൈര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതൊരിക്കലും നിങ്ങൾ പിന്തിരിഞ്ഞ് പുറകിലേക്ക് ഓടേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് തന്നെ മുന്നേറുകയാണ് വേണ്ടത്. കാരണം ഈ റിലേഷൻഷിപ്പിന്റെ ഉദ്ദേശവും അതുതന്നെയാണ്. നിങ്ങൾ രണ്ടുപേരെയും എത്രമാത്രം കറേജിയസിലേക്ക്, എത്രമാത്രം ധൈര്യത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുവാൻ സാധിക്കുന്നുവോ അത്രയും ലെവലിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കാനായിട്ട് പറ്റും. സ്പിരിച്വലി അവേക്കനിങ് ആക്കാനായിട്ട് പറ്റും. കർമ്മകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ കൊണ്ട് തന്നെ ക്ലിയർ ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒരു സോൾ പ്യൂരിഫിക്കേഷനിലേക്ക് പോകാനുള്ള എല്ലാ വിധത്തിലുള്ള കഴിവും നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ കറേജ് ആണ്. കറേജ് തൻ്റെ ഇടത്തെയും സമർപ്പണ ബോധത്തെയും അറിവിനെയും മനോധൈര്യത്തെയും കാര്യപ്രാപ്തിയെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. ഓക്കെ, ഇതാണ് നമുക്ക് ഫൈനൽ ഔട്ട്കം ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും വളരെയധികം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള, എല്ലാത്തിനേക്കാൾ ഉപരി വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയും കൂടിയാണ്, റീഡിംഗ് ആണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. നമുക്കിനി കുറച്ച് ലവ് മെസ്സേജസിലേക്ക് പോകാം. ഈ പേഴ്സൺ എന്തൊക്കെയാണ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്? യുവർ കെയർ ആൻഡ് കംഫർട്ട് മീ വെൻ ഐ ആം ഇൻ എ ബാഡ് മൂഡ്. അതായത് ഈ പേഴ്സൺ കുറച്ച് നെഗറ്റീവ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പോസിറ്റീവ് ആക്കാൻ പറ്റും. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പേഴ്സൺ വളരെ പെട്ടെന്ന് തന്നെ കംഫർട്ടബിൾ ആകും എന്നാണ് പറയുന്നത്. ഐ കാണ്ട് ഇമാജിൻ എ മിനിറ്റ് വിത്തൗട്ട് യു. ഒരു നിമിഷം പോലും നീ ഇല്ലാതെ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. നിന്നെ മറന്ന് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. യു ഓൾവേസ് സർപ്രൈസ് മീ ഇൻ നൈസ് വേ. പല രീതിയിൽ നിങ്ങൾ ഈ പേഴ്സണ് സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ പേഴ്സണ് വളരെയധികം ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. യു ആർ ഏബിൾ ടു ഫൈൻഡ് ബ്യൂട്ടി ഇൻ സ്മോൾ തിങ്സ് ആൻഡ് സ്ലോ മീ ഹൗ ടു അപ്രീഷിയേറ്റ് ഇറ്റ്. അപ്പൊ തീർച്ചയായിട്ടും കുഞ്ഞു കാര്യങ്ങളിൽ പോലും നിങ്ങൾ സൗന്ദര്യം കണ്ടെത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ ഈ പേഴ്സണ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യവും കൂടിയാണ്. യു ഫൈൻഡ് മൈ വിയേർഡ് ഹാബിറ്റ്സ് അഡോറബിൾ. അതായത് ഈ പേഴ്സണ് കുറച്ച് വേണ്ടാത്ത ശീലങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ എല്ലാ മനുഷ്യർക്കും ഉണ്ട്, ചില അഡിക്ഷൻസ്. അപ്പൊ അതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് മാറ്റിയെടുക്കാനായിട്ട് നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വി നോ വി ക്യാൻ വർക്ക് തിങ്സ് ഔട്ട് ടുഗെദർ. അത് പല കാര്യങ്ങളും നിങ്ങളായിട്ട് ഒരുമിച്ച് ചെയ്യാനൊക്കെ ഈ പേഴ്സണ് വളരെയധികം ഇഷ്ടമാണ്. ചാരിറ്റി പ്രവർത്തനങ്ങളായിരിക്കാം, ഒരുമിച്ച് ജോലി ചെയ്യുന്നതായിരിക്കാം, ഒരുമിച്ചുള്ള സമയം ചെലവഴിക്കുന്നതായിരിക്കാം. അതൊക്കെ ഈ പേഴ്സണ് വളരെയധികം ഇഷ്ടമാണ്. യു പുട്ട് അപ്പ് മീ വിത്ത് മൈ മൂഡിനെസ് ആൻഡ് ഓൾ അതർ ഇംപെർഫെക്ഷൻസ്. അതായത് ഈ പേഴ്സന്റെ പോരായ്മകള്, ഇല്ലായ്മകള്, അതൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അതൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റി, അതുമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റി എന്നാണ് പറയുന്നത്. വി ക്യാൻ ചാറ്റ് ഫോർ അവർ. ഈ പേഴ്സണായിട്ട് നിങ്ങളുമായിട്ട് വളരെയധികം ചാറ്റ് ചെയ്യാനായിട്ട്, സംസാരിക്കാനൊക്കെ ഈ പേഴ്സണ് വളരെയധികം ഇഷ്ടമാണ് എന്നുള്ളത് പറയുന്നു. യു ഹാവ് ടോട്ട് മീ വാട്ട് ലവ് ഇസ് ഓൾ അബൌട്ട്. നിങ്ങളാണ് സത്യത്തിൽ ഈ പേഴ്സണെ യഥാർത്ഥ പ്രണയം എന്താണ്, യഥാർത്ഥ സ്നേഹം എന്താണ് എന്ന് പഠിപ്പിച്ച് കൊടുത്തിട്ടുള്ളത്. യു ഓൾവേസ് ടേക്ക് ദ പെയിൻ അവേ. നിങ്ങൾക്ക് ഈ പേഴ്സന്റെ മനസ്സിൽ വരുന്ന വിഷമങ്ങൾ
എടുത്ത് പുറത്തേക്ക് കളയാനുള്ള ഒരു കഴിവ്, പ്രത്യേക കഴിവുണ്ട് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ചാനൽ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാ. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.